ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡബിൾ അക്കൗണ്ട് സിസ്റ്റമാണ്. അതായത് അക്കൗണ്ടിങ് ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനീസ്. നമുക്ക് നോക്കാം ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താണെന്നുള്ളത്. Meaning of double account system. The double account system is a method of presenting annual final accounts or annual financial statements of public utility undertakings like railway, electricity, gas, water supply, etc. It is a special method of presenting final accounts rather than a special system of keeping accounts. The objective of double account system is to disclose how much capital has been raised and how such capital has been utilized in the acquisition of fixed assets. Double account system, അതായത് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സിനെയാണ് ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് റെയിൽവേ, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി കമ്പനീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെയാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ മാത്രം ഡബിൾ അക്കൗണ്ട് സിസ്റ്റമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കമ്പനീസ് എത്ര ക്യാപിറ്റൽ റേസ് ചെയ്യുന്നുണ്ട്, ആ ക്യാപിറ്റൽ ഫിക്സ്ഡ് അസറ്റ്സ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം അവർ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. To achieve this objective, the balance sheet is prepared in two parts, capital account and general balance sheet. സാധാരണ നമ്മൾ കമ്പനീസിൻ്റെയൊക്കെ സിംഗിൾ ബാലൻസ് ഷീറ്റ് മാത്രമേ പ്രിപ്പയർ ചെയ്യാറുള്ളൂ അല്ലേ. പക്ഷേ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺഡ് ബാലൻസ് ഷീറ്റിന് 2 പാർട്സ് ഉണ്ടാവും. 2 പാർട്ടായിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ക്യാപിറ്റൽ അക്കൗണ്ടും സെക്കൻഡ് പാർട്ട് ജനറൽ ബാലൻസ് ഷീറ്റും. ഇങ്ങനെ ബാലൻസ് ഷീറ്റിനെ ഡബിൾ ചെയ്യുന്നത് കൊണ്ടാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം നെക്സ്റ്റ് നോക്കാം. ദി ഫൈനൽ അക്കൗണ്ട് അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ അക്കൗണ്ടുകളാണെന്നുള്ളത് നോക്കാം. റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും. ഇത്രയും അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് സാധാരണ നമ്മൾ കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാറ് അല്ലേ. സിംഗിൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, അതിന് 2 സൈഡുകൾ ഉണ്ടാവും അല്ലേ. ഏതൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസും ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും. ലയബിലിറ്റി സൈഡും ഒരു അസറ്റ് സൈഡും ഉണ്ടാവും. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണെങ്കിലും ഈ 2 ഹെഡിങ്ങുകളാണ് അതിലുള്ളത് അല്ലേ. ഇതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിന് 2 പാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ക്യാപിറ്റൽ അക്കൗണ്ടും സെക്കൻഡ് പാർട്ട് ജനറൽ ബാലൻസ് ഷീറ്റും. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് ക്യാപിറ്റലും ഫിക്സഡ് അസറ്റ്സുമാണ്. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കാണിക്കാറുണ്ട് അല്ലേ. എന്തെങ്കിലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കാണിക്കാറുണ്ട്. അതേപോലെ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സ് കാണിക്കാറുണ്ട്. ഈ 2 ഐറ്റംസും ക്യാപിറ്റൽ അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും ക്യാപിറ്റലും ഫിക്സഡ് അസറ്റ്സും ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി സെക്കൻഡ് പാർട്ടാണ് ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതിൽ ക്യാപിറ്റലും ഫിക്സഡ് അസറ്റ്സും കഴിഞ്ഞാൽ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൽ നിന്ന് ഇനി എന്തൊക്കെയാണ് ബാക്കി ഉണ്ടാവുക? റിസർവ്സ് ഉണ്ടാവും, ഫണ്ട്സ് ഉണ്ടാവും, അതേപോലെ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവും, പിന്നെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സും ഉണ്ടാവും. ഇങ്ങനെ ബാക്കിയുള്ള ഐറ്റംസാണ് ഈ ജനറൽ ബാലൻസ് ഷീറ്റിൽ വരുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 സൈഡിലാണ് പ്രിപ്പയർ ചെയ്യാറ് അല്ലേ. ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസും പിന്നെ അസറ്റ്സും. അപ്പോൾ ക്യാപിറ്റലിൽ ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത്. അതേപോലെ അസറ്റ് സൈഡിലുള്ള ഫിക്സഡ് അസറ്റ്സും കാണിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ്. ഇനി ഇതൊഴികെ ബാലൻസ് ഷീറ്റിൽ ബാക്കി വരുന്ന ഐറ്റംസാണ് സെക്കൻഡ് പാർട്ടായ ജനറൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ട് സാധാരണ പ്രിപ്പയർ ചെയ്യാറ് അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പക്ഷേ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റവന്യൂ അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ്, പക്ഷേ പേരെന്താണ്, റവന്യൂ അക്കൗണ്ട്. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഇങ്ങനെ അപ്രോപ്രിയേഷൻ ഐറ്റംസ് കാണിക്കാൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് നെറ്റ് റവന്യൂ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണുള്ളത്? ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ജനറൽ ബാലൻസ് ഷീറ്റ് ഉണ്ട്, റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട്. ഇങ്ങനെ 4 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയാം. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫീച്ചേഴ്സിൽ വരിക. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നമ്മൾ ബാലൻസ് ഷീറ്റിന് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ജനറൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്, റവന്യൂ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്, ഇതൊക്കെയാണ് നമ്മൾ ഫീച്ചേഴ്സിൽ പറയുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ദി കൺവെൻഷണൽ ബാലൻസ് ഷീറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. നമ്മൾ പറഞ്ഞു 2 പാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും. നെക്സ്റ്റ്, ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ. അപ്പോൾ ലോണിനെയും ഡിബഞ്ചേഴ്സിനെയും ക്യാപിറ്റൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതെവിടെയാണ് കാണിക്കുക? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുക. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ പെർമനൻ്റ്ലി റിറ്റെയിൻഡ് ആസ് ക്യാപിറ്റൽ ഐറ്റംസ്. അപ്പോൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എവിടെ തന്നെയാണ് കാണിക്കുക? ക്യാപിറ്റൽ ഐറ്റംസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുക. നെക്സ്റ്റ്, അസറ്റ്സ് ആർ ഷോൺ ആസ് ഒറിജിനൽ കോസ്റ്റ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡിപ്രീസിയേഷനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ടാണ് കാണിക്കാറ് അല്ലേ. പക്ഷേ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ അസറ്റ്സ് ഒറിജിനൽ കോസ്റ്റിലാണ് കാണിക്കുക. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യാണ്ടാണ് കാണിക്കുക. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ എന്താ ചെയ്യുക? ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ക്രിയേറ്റിംഗ് റിസർവ് ഓർ ഫണ്ട് വിച്ച് ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റിന് 2 പാർട്ടുണ്ട് അല്ലേ. ഒരു പാർട്ട് ക്യാപിറ്റൽ അക്കൗണ്ടും അടുത്ത പാർട്ട് ഏതാ? ജനറൽ ബാലൻസ് ഷീറ്റും. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ജനറൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കുക. നെക്സ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് നെയിംഡ് ആസ് റവന്യൂ അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് നെയിംഡ് ആസ് നെറ്റ് റവന്യൂ അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഇതിൽ റവന്യൂ അക്കൗണ്ട് എന്നാണ് പറയുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ നെറ്റ് റവന്യൂ അക്കൗണ്ട് എന്നാണ് പറയുക. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ടു ബി ചാർജ്ഡ് അഗെയിൻസ്റ്റ് നെറ്റ് റവന്യൂ അക്കൗണ്ട്. ലോൺസും ഡിബഞ്ചേഴ്സും. അപ്പോൾ ഇതിൽ ലോൺസിനെയും ഡിബഞ്ചേഴ്സിനെയും ഒക്കെ എന്താണ്? ക്യാപിറ്റലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റൊക്കെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല, അതായത് റവന്യൂ അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എവിടെയാണ് കാണിക്കുക? നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണ് കാണിക്കുക. നെക്സ്റ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ് ഓൺ ഫോർമേഷൻ ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസസിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് കാണിക്കുക? അതും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുക. നെക്സ്റ്റ്, എനി കൈൻഡ്സ് ഓഫ് ഫണ്ട്സ് ആൻഡ് റിസർവ്, അതായത് സിങ്കിങ് ഫണ്ട്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, അങ്ങനെ ഫണ്ട്സ് വരുന്നതൊക്കെ എവിടെയാണ് കാണിക്കാറ്? ലയബിലിറ്റി സൈഡ് ഓഫ് ജനറൽ ബാലൻസ് ഷീറ്റ്. ജനറൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡാണ് ഫണ്ട്, റിസർവുകൾ ഒക്കെ കാണിക്കുക. നെക്സ്റ്റ്, ഇനി നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാമല്ലേ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം. പ്രൈമറി പർപ്പസ്, സിംഗിൾ അക്കൗണ്ടിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്? സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് എന്താണ്? ക്യാപിറ്റൽ എങ്ങനെയൊക്കെ റേസ് ചെയ്യുന്നു, അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ടു ഷോ ഹൗ ക്യാപിറ്റൽ ഈസ് റേസ്ഡ് ആൻഡ് യൂട്ടിലൈസ്ഡ്. നെക്സ്റ്റ്, സിംഗിൾ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ഒരു ബാലൻസ് ഷീറ്റ് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ അല്ലേ. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലോ 2 പാർട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ജനറൽ ബാലൻസ് ഷീറ്റും ക്യാപിറ്റൽ അക്കൗണ്ടും. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഈസ് അസർട്ടൈൻ ബൈ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്നത്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അല്ലേ. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലോ റവന്യൂ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ്സ് ആർ ഷോൺ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രീസിയേഷൻ. സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ അസറ്റ് ഒറിജിനൽ കോസ്റ്റിലാണ് കാണിക്കുക. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓർ പേയബിൾ റിസീവ്ഡ് ഓർ അക്രൂഡ് ആർ ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ കാണിക്കാറ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. പക്ഷേ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ അത് പറ്റില്ല. കാരണം എന്താണ്, ലോൺസും ഡിബഞ്ചേഴ്സും ഒക്കെ ക്യാപിറ്റൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കാണിക്കുക എവിടെയാണ്, നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണ് കാണിക്കുക. നെക്സ്റ്റ് ഡിസ്കൗണ്ട് ഓർ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇറ്റ്സ് ഷോൺ ഓൺ ദി ബാലൻസ് ഷീറ്റ്. സാധാരണ ബാലൻസ് ഷീറ്റിലാണ് ഡിസ്കൗണ്ടും പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ കാണിക്കാറ്. ഇതിലെവിടെയാണ് കാണിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുക. ഇത്രയുമാണ് ഡിഫറൻസ് വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞു എത്ര അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട്, ജനറൽ ബാലൻസ് ഷീറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇങ്ങനെ 4 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുക. അതിൽ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് അക്കൗണ്ടാണ്, റവന്യൂ അക്കൗണ്ടാണ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ റവന്യൂ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സെയിം ഫോർമാറ്റ് ആണ് റവന്യൂ അക്കൗണ്ടിനും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്, എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെയാണ് അല്ലേ. ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നമ്മൾ നോക്കാൻ എക്സ്പെൻസസും ഇൻകംസും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അവരുടെ എക്സ്പെൻസസ്, ഏതൊക്കെയാണ് ഇൻകംസ് എന്നുള്ളതൊക്കെ. ഫസ്റ്റ് അതിനെ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ജനറേഷൻ, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ പബ്ലിക് ലാംസ്, റെൻറ്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്, മാനേജ്മെൻറ്റ് എക്സ്പെൻസസ്, ലോ ചാർജസ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്. ഇങ്ങനെയുള്ള കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എക്സ്പെൻസസിനെ. ഫസ്റ്റ് വരുന്നത് ജനറേഷനാണ്. ഫസ്റ്റ് വരുന്നത് ജനറേഷനാണ്. ജനറേഷനിൽ വരുന്നതാണ് ഫ്യൂവൽ, ഓയിൽ, വേസ്റ്റേജ്, വാട്ടർ, സാലറി ഓഫ് എഞ്ചിനീയർ, വേജസ് ആൻഡ് ഗ്രാറ്റുവിറ്റീസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ നെക്സ്റ്റ് കാറ്റഗറി ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് സാലറി ഓഫ് എഞ്ചിനീയേഴ്സ്, വേജസ് ആൻഡ് ഗ്രാറ്റുവിറ്റീസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. നെക്സ്റ്റ് വരുന്നത് പബ്ലിക് ലാംപ്സ് ആണ്. പിന്നെ റെൻറ്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്, മാനേജ്മെൻറ്റ് എക്സ്പെൻസസ്. മാനേജ്മെൻറ്റ് എക്സ്പെൻസസിൽ വരുന്നതാണ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, ജനറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഓഡിറ്റ് റിപ്പോർട്ട്. പിന്നെ വരുന്നത് ലോ ചാർജസ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്. ഇത്രയൊക്കെയാണ് എക്സ്പെൻസസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻകംസ്. ഇൻകംസ് മെയിനായിട്ട് വരുന്നത് സെയിൽ ഓഫ് എനർജിയാണ്. സെയിൽ ഓഫ് എനർജി ഫോർ ലൈറ്റിംഗ്, ഫോർ പവർ ആൻഡ് സ്പെഷ്യൽ കോൺട്രാക്ട്, പബ്ലിക് ലൈറ്റിംഗ്, rental of meters, rent receivables, transfer fees, other items, miscellaneous receipts, sale of ashes, reconnection and reconnection fees. അങ്ങനെ റെസീപ്റ്റുകൾ, അവർക്ക് കിട്ടുന്ന ഇൻകംസ് എല്ലാം കാണിക്കുന്നത് റവന്യൂ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിൽ ബാലൻസ് ചെയ്യും. ബാലൻസ് എങ്ങോട്ടാണ് ക്യാരി ഫോർവേഡ് ചെയ്യുക, ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുക നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്കാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാറ് ബാലൻസ് ഷീറ്റിലേക്കാണ് അല്ലേ. പക്ഷേ റവന്യൂ അക്കൗണ്ടിൽ നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്കാണ് ഈ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം നെറ്റ് റവന്യൂ അക്കൗണ്ട്. നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് റവന്യൂ അക്കൗണ്ടാണ്. നെറ്റ് റവന്യൂ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് നെറ്റ് റവന്യൂ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പോലെ തന്നെ. അപ്പോൾ അപ്രോപ്രിയേഷനിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതിലുണ്ടായിരിക്കുക. നമുക്ക് നോക്കാം. നെറ്റ് റവന്യൂ അക്കൗണ്ട് ഷോസ് അപ്രോപ്രിയേഷൻ ഐറ്റംസ്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഡിബഞ്ചേഴ്സ് ഈസ് ഡെബിറ്റഡ് ടു നെറ്റ് റവന്യൂ അക്കൗണ്ട് ആൻഡ് നോട്ട് ഇൻ റവന്യൂ അക്കൗണ്ട്. This because under double account system, debentures and long-term loans are considered as part of capital. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണ് നമ്മൾ ലോണിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. കാരണം എന്താണ്, അതിന് ലോണിനെയും ഇൻട്രസ്റ്റിനെയും ക്യാപിറ്റൽ ഐറ്റംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് റവന്യൂ അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് കാണിക്കുന്നത് നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണ്. നമുക്ക് ഫോർമാറ്റ് നോക്കാം. ഫസ്റ്റ് ബാലൻസ് ഫ്രം ലാസ്റ്റ് ഇയറിലെ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് കാണിക്കുക.
നെക്സ്റ്റ് ബാലൻസ് ബ്രോഡ് ഫ്രം റവന്യൂ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ റവന്യൂ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് എങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് വരിക. ഇനി അതർ ഇൻകംസ് വരുന്നത് ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് ഒക്കെയാണ്. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, കണ്ടിജൻസി റിസർവ്, ഡിവിഡൻഡ്, റിസർവ് ഫോർ റിബേറ്റ് ടു കസ്റ്റമേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഒക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ബാലൻസ് നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? ബാലൻസ് ജനറൽ ബാലൻസ് ഷീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെക്കൻഡ് പാർട്ട് ജനറൽ ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക പറഞ്ഞു. നമ്മൾ ക്യാപിറ്റൽ ഐറ്റംസ് ആണ് വരിക, അതായത് ഷെയർ ക്യാപിറ്റൽ വരും, എക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും, പിന്നെ ഡിബഞ്ചേഴ്സ്, ലോൺസ്, ഇത്രയും ഐറ്റംസ് ആണ് ലയബിലിറ്റി സൈഡിൽ വരുന്നത്. പിന്നെ അസറ്റ് സൈഡിൽ വരുന്നത് ഏതാണ്? ഫിക്സഡ് അസറ്റാണ് വരുന്നത്. നമുക്ക് നോക്കാം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത്. The main purpose of this account is to show clearly the total amount of capital raised and the manner in which the amount has been invested. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ എങ്ങനെയാണ് റേസ് ചെയ്തിട്ടുള്ളത്, ആ ക്യാപിറ്റൽ ഫിക്സഡ് അസറ്റിൻ്റെ അക്വിസിഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആർ ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. അതിൽ രണ്ട് സൈഡാണുള്ളത്, ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ആയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ക്രെഡിറ്റ് സൈഡിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡിലുമാണ് കാണിക്കുന്നത്. ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫർ ടു ജനറൽ ബാലൻസ് ഷീറ്റ്. ടോട്ടൽ ഓഫ് ദി ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ഷോൺ ഇൻ ദി ജനറൽ ബാലൻസ് ഷീറ്റ്. ഇതിൽ ടോട്ടലാണ് രണ്ട് സൈഡിൻ്റെയും ടോട്ടലാണ് നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അസറ്റ് സൈഡിലേക്കും ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ജനറൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ രണ്ട് സൈഡാണുള്ളത്. ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ അസറ്റ് സൈഡിലേക്കും ക്യാപിറ്റൽ റെസീപ്റ്റ്സിൻ്റെ ടോട്ടൽ ലയബിലിറ്റി സൈഡിലേക്കും ജനറൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ, അതിൽ എമൗണ്ട് കോളം 3 എമൗണ്ട് കോളാണുള്ളത്. പ്രീവിയസ് ഇയറിൻ്റെ എമൗണ്ട്, കറൻറ്റ് ഇയറിൻ്റെ എമൗണ്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ കോളം. റെസീപ്റ്റ്സിന് 3 എമൗണ്ട് കോളം തന്നെയാണുള്ളത്, പ്രീവിയസ് ഇയറിൻ്റെയും കറൻറ്റ് ഇയറിൻ്റെയും രണ്ടും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് കോളം. നമുക്ക് ഓരോ സൈഡിലും വരുന്നത് നോക്കാം. ഫസ്റ്റ് റെസീപ്റ്റ്സിൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് അല്ലേ, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് അവർക്ക് കിട്ടുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? ഷെയർസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ സൈഡിൽ കാണിക്കുക എന്തൊക്കെയാണ്? ക്യാപിറ്റൽ കാണിക്കാം, ഇക്വിറ്റി ഷെയർസ് കാണിക്കും, പ്രിഫറൻസ് ഷെയർസ് കാണിക്കും, ഡിബഞ്ചേഴ്സ്, ലോൺസ്, ഇതൊക്കെയാണ് കാണിക്കാം. നമുക്ക് നോക്കാം. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഷെയർ പ്രീമിയം, ഡിബഞ്ചേഴ്സ്, ലോൺസ്, കോൾസ് ഇൻ അഡ്വാൻസ്, ഇത്രയൊക്കെയാണ് റെസീപ്റ്റ്സിൽ കാണിക്കുന്നത്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ കാണിക്കുന്നത് നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ റെസീപ്റ്റ്സ് അവർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക? അസറ്റ്സ് പർച്ചേസ് ചെയ്യാണ്, അസറ്റ് അക്വിസിഷൻ അല്ലേ. അസറ്റ്സ് ഏതൊക്കെയാണ്? ബിൽഡിങ്, ലാൻഡ്, പ്ലാന്റ്, മെയിൻസ്, ട്രാൻസ്ഫോമേഴ്സ്, മോട്ടേഴ്സ്, മീറ്റേഴ്സ്, ജനറൽ സ്റ്റോഴ്സ്. അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ ആയതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. പ്രിലിമിനറി എക്സ്പെൻസസും ക്യാപിറ്റൽ നേച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് വരിക. ഇനി ഈ രണ്ട് കോളവും ആഡ് ചെയ്താൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റെസീപ്റ്റ്സും കിട്ടും. ഈ ടോട്ടൽ രണ്ട് സൈഡിൻ്റെയും ടോട്ടലാണ് നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ജനറൽ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ആക്ച്വലി ദ സെക്കൻഡ് പാർട്ട് ഓഫ് ബാലൻസ് ഷീറ്റ് വിച്ച് കണ്ടെയ്ൻസ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ടുഗെദർ വിത്ത് ദ ബാലൻസ് ഓഫ് ടോട്ടൽ ഓഫ് ദി ഈച്ച് സൈഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ജനറൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റിൽ ബാക്കിയുള്ള കറണ്ട് ഐറ്റംസ് ഒക്കെയാണ് ജനറൽ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നത്.
ഏതൊക്കെയാണ് വരിക? കറണ്ട് അസറ്റ്സ് വരും, കറണ്ട് ലയബിലിറ്റീസ് വരും, പിന്നെ റിസർവ്സ്, ഫണ്ടുകൾ, ഇത്രയും ഐറ്റംസൊക്കെയാണ് ജനറൽ ബാലൻസ് ഷീറ്റിലേക്ക് വരാം. പിന്നെ എന്തൊക്കെയാണ് വരാം? ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസസും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലേ. certain other items like kind of reserves, general reserve, capital accounts and funds, depreciation fund also appear in the general balance sheet. The assets are recorded in the right hand side and the liabilities are recorded in the left hand side. It is prepared in usual form. സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ടേബുലാർ ഫോമിൽ തന്നെയാണ് നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ലയബിലിറ്റീസും അസറ്റ് സൈഡുമാണ് ഉള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ലയബിലിറ്റീസിൽ എന്തൊക്കെയാണ്? ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, അതായത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ലയബിലിറ്റി സൈഡിലേക്കാണ്. പിന്നെ നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിലേക്ക് തന്നെയാണ്, ജനറൽ ബാലൻസ് ഷീറ്റിലേക്ക് തന്നെയാണ്. നെക്സ്റ്റ് ബാക്കി വരുന്ന കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, പിന്നെ റിസർവ് ഫണ്ടുകൾ, റിസർവുകളെല്ലാം, റിസർവ് ഫണ്ട്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ് ഒക്കെ ലയബിലിറ്റീസ് സൈഡിലാണ് കാണിക്കുക. ഇനി അസറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അസറ്റ് സൈഡിലേക്കാണ്. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ്, ബാക്കിയുള്ള കറണ്ട് അസറ്റ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതെല്ലാമാണ് വരുന്നത്. ഇത് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് ടാലി ആയി വരുന്നത് പോലെ തന്നെ ജനറൽ ബാലൻസ് ഷീറ്റും എപ്പോഴും ടാലി ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ അക്കൗണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനീസിനും ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.